ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആം ആദ്മി ഭാരവാഹികളെ, ആം ആദ്മി വോളണ്ടിയേഴ്സ്, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെ മെച്ചപ്പെട്ട ഒരു ഭരണഘടനയാണ് നമുക്കുള്ളതെങ്കിലും ഭരിക്കാൻ വരുന്നവർ മോശപ്പെട്ടവരാണെങ്കിൽ ആ ഭരണഘടനയും വികൃതമാക്കപ്പെടുമെന്ന് നമ്മുടെ ഡോക്ടർ അംബേദ്കർ. ഇന്ന് നമ്മുടെ രാജ്യം ആ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ? ജനാധിപത്യപരമായ, മതേതരത്തിൽ അധിഷ്ഠിതമായ, നാനാത്വത്തിൽ ഏകത്വ എന്ന അഖണ്ഡതയിൽ അധിഷ്ഠിതമായ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് കത്തിവെച്ചുകൊണ്ട്, വർഗീയ വിഷം ചീറ്റി നാടിനെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു ഹിന്ദുത്വ വർഗീയ രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി ബിജെപി സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഉന്മാദ ദേശീയതയും ഹിന്ദുത്വ തീവ്രതയും കൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ബിജെപി സർക്കാർ. കൊടിയ ദാരിദ്ര്യത്തിൽ ജനങ്ങൾ പ്രാണന് വേണ്ടി കേഴുമ്പോൾ ഹിന്ദു രാഷ്ട്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തുകയാണ് പ്രധാനമന്ത്രി. ഇവിടുത്തെ കർഷകർ കടക്കണിയിൽപ്പെട്ട് ജീവിക്കാൻ മാർഗമില്ലാതെ ആത്മഹത്യ ചെയ്യുമ്പോൾ, കർഷകരുടെ കൊച്ചുമക്കൾ കരവയറ് നിറയ്ക്കാൻ നിവൃത്തിയില്ലാതെ ആ അമ്മമാർ കേഴുമ്പോൾ നരേന്ദ്രമോദി പറയുന്നു, ആ പട്ടേൽ പ്രതിമ നോക്കൂ, അതെത്ര മനോഹരമാണ്, അതെത്ര വലുതാണ്, അത് കാണിച്ചു കൊടുക്കൂ നിങ്ങളുടെ മക്കൾക്ക്, അവരുടെ വയറ് നിറയും. മണിപ്പൂരിൽ രക്തഭംഗനമായി നമ്മുടെ സഹോദരിമാരുടെ മാനം റോഡിലൂടെ വഴിക്കിളക്കപ്പെട്ടപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഒരു വാക്ക് മിണ്ടിയില്ല. എത്രയോ ക്രിസ്തീയ ദേവാലയങ്ങൾ അവിടെ തകർക്കപ്പെട്ടു, ഒരു വാക്ക് മിണ്ടിയില്ല. ഇപ്പോൾ പറയുന്നു സ്ത്രീ ശക്തി, സ്ത്രീ സുരക്ഷ. ഇദ്ദേഹത്തിന് നാണമില്ലേ? എന്ത് സുരക്ഷയാണ് ഇദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇവിടെ ലഭിക്കുന്നത്? ഒരു രാജ്യം നശിക്കുന്നത് അവിടെ തിന്മ പ്രവർത്തിക്കുമ്പോഴല്ല, ആ തിന്മയെ ചോദ്യം ചെയ്യാൻ ആളില്ലാതെ തിന്മകൾക്കെതിരെ മൗനം പാലിക്കുമ്പോഴാണ്. ഇന്നത്തെ നമ്മുടെ അവസ്ഥ ഏതാണ്? ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ, നഷ്ടങ്ങളോടെ ചോദ്യം ചെയ്ത ഒരേ ഒരു വ്യക്തിയാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ന് ജയിലിൽ അടച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യുന്നവരെ ജയിലിൽ അടയ്ക്കാനും വിരൽ ചൂണ്ടുന്നവരുടെ വിരലിൽ വിലങ്ങ് വെക്കാനും അധികാരത്തിന് കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഇന്ത്യയാണ്, എന്റെയും നിങ്ങളുടെയും ഇന്ത്യയാണ്, നമ്മുടെ മക്കളുടെ ഇന്ത്യയാണ്, വരുന്ന തലമുറയുടെ ഇന്ത്യയാണ്. അതാരുടെയും സ്വത്തല്ല, സ്വത്തുമല്ല. അതുകൊണ്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാട്ടിൽ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുന്നതിന് വേണ്ടി ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെല്ലാം ഒരു ഭയമുണ്ട്. എനിക്ക് സത്യമായിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഞാനത് അനുഭവിച്ചിട്ടില്ല. ഇന്നെന്റെ മക്കളോട് പോലും ഞാൻ പറയും, ഈ നാട്ടിൽ ഇനിയുള്ള കാലങ്ങളിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് പലതും ത്യജിക്കേണ്ടി വരും. നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ വിശ്വാസങ്ങൾ പലതും ത്യജിക്കേണ്ടി വരും. അതിനിടയാകാതിരിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും അടങ്ങുന്നവർ ഈ ഇലക്ഷനിൽ നമ്മുടെ മനസാക്ഷിക്കനുസരിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി, സത്യം പുലരാൻ വേണ്ടി, ഇന്ത്യ സത്യത്തിനെ പിന്തുണച്ചുകൊണ്ട് ഈ വർഗീയവാദികളെ ഇവിടെ നിന്നും തീർത്തി ഓടിക്കണമെന്നും അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഇന്ത്യ സത്യത്തിന് വോട്ട് ചെയ്യണമെന്നും നമ്മുടെ ജനാധിപത്യവും ജനാധിപത്യ രാജ്യവും നമ്മുടെ മൗലിക അവകാശങ്ങളും സംരക്ഷിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.